മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മംഗളൂരുവിൽ ആവേശോജ്വലമായ സ്വീകരണം. 2:30 നടക്കുന്ന മതസൗഹാർദ്ദ റാലിയെ പിണറായി അഭിസംബോധന ചെയ്യും. കന്നഡ ദിനപത്രം വാർത്താഭാരതിയുടെ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. മാധ്യമങ്ങൾ മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയതയോട് സമരസപ്പെട്ടുകൊണ്ട് മതനിരപേക്ഷം എന്ന് പറയുന്നത് അപകടകരമാണെന്നും പിണറായി. വർഗീയ ശക്തികളെ എതിർക്കാൻ തയ്യാറാണ്. വർഗീയ ശക്തികളുമായി സമരസപ്പെട്ടുകൊണ്ട് മതനിരപേക്ഷ പക്ഷത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിലെ ഒട്ടേറെ മാധ്യമങ്ങൾ ഈ പറഞ്ഞ മതനിരപേക്ഷ പക്ഷത്താണെന്ന് പറയുകയും എന്നാൽ പ്രവൃത്തിയിൽ വർഗീയതയുമായി സമരസപ്പെട്ട് മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചു പോവുകയുമാണ്. ഇത് വലിയ തോതിലുള്ള ആപത്തുളവാക്കുന്നൊരു കാര്യമാണ്. ഈ നിലയിൽ നിന്ന് മാറേണ്ടതായിട്ടുണ്ട്. മാർച്ച് 5 വരെ പൾസർ സുനിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഈ നിമിഷങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. കാക്കനാട് ജില്ലാ ജയിലിൽ ഇന്നലെ എത്തിച്ച് റിമാൻഡ് ചെയ്ത പ്രതി ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് മാർച്ച് 5 വരെ പോലീസ് കസ്റ്റഡിയിൽ പൾസർ സുനിയെ വിട്ടുകിട്ടി എന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി ലഭിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി കടക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് കാക്കനാട് ജില്ലാ ജയിലിൽ തിരിച്ചറിയൽ പരേഡ് നടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അത് സുനിയുടേതായിരുന്നില്ല. ആദ്യം പിടിയിലായ 4 പ്രതികളുടേതടക്കമുള്ള തിരിച്ചറിയൽ പരേഡ് നടക്കുന്നുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ ഇക്കാര്യത്തിൽ ഉണ്ട്. തുടർ ചോദ്യം ചെയ്യലുകൾ, തുടർ നടപടികൾ ഇതിന്റെ ഭാഗമായി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു കേരള പോലീസ്. അതിന്റെ നിലവിലെ സാഹചര്യത്തിൽ മാർച്ച് 5 പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എന്ന വാർത്ത കൂടിയാണ് നിലവിൽ ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള വളരെ ഗൗരവതരമായ ആരോപണങ്ങൾ നിന്നിരുന്നു. ഇത് സുനിയെയും മറ്റ് കൂട്ടുപ്രതികളെയും ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം കൂടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മാർച്ച് 5 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ, തുടർ ചോദ്യം ചെയ്യൽ ഒക്കെ ഇക്കാര്യത്തിൽ ഇനി ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർച്ചയോടുകൂടി തന്നെ ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ സുനിയുമായി എത്തി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു, ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന് കോടതിയിൽ അപേക്ഷ നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് മാർച്ച് 5 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് നൽകാൻ കോടതി ഉത്തരവായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി കാക്കനാട്ട് ജില്ലാ ജയിലിൽ എത്തിച്ച്, ഉച്ചയ്ക്ക് ശേഷം ജില്ലാ ജയിലിൽ എത്തിച്ച് റിമാൻഡിലായിരുന്നു പൾസർ സുനിയും വിജേഷും. എന്തായാലും മാർച്ച് 5 വരെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നു എന്ന വാർത്ത കൂടിയാണ് നിലവിൽ ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇനി ഉണ്ടാവും. ആരൊക്കെയാണ് ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ഒരു സ്ത്രീക്ക് വേണ്ടി ഇക്കാര്യത്തിൽ കൊട്ടേഷൻ നടത്തിയിരുന്നു എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ മൊഴി മുൻ നിലപാടിൽ നിന്ന് മൊഴി മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള വിശദമായ ചോദ്യം ചെയ്യലുകൾ ഒക്കെ ഉണ്ടാകും. ആ തുടർ നടപടികൾ ഒക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. എന്തായാലും മാർച്ച് 5 വരെ പൾസർ സുനിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിരിക്കുന്നു. പ്രതികൾക്ക് നുണപരിശോധന നടത്തണം. 8 ദിവസത്തേക്ക് പൾസർ സുനിയെയും മറ്റു കൂട്ടുപ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ട് നൽകിക്കൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നു. വിശദമായ ചോദ്യം ചെയ്യൽ ഇനി ഇക്കാര്യത്തിൽ ഉണ്ടാവും. നുണപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ അതിന്റെ സാധ്യതയും നിലവിൽ ആരായുന്നുണ്ട്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനുള്ള മാർച്ച്, അതായത് കൃത്യമായി പറഞ്ഞാൽ 8 ദിവസമാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിക്കൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിന്നിരുന്നു. പോലീസ് ഗൂഢാലോചനയുടെ സാധ്യത തള്ളിക്കളയുകയും ചെയ്തിരുന്നില്ല. കാരണം ആദ്യം ചോദ്യം ചെയ്ത തരത്തിലായിരുന്നില്ല രണ്ടാമത്തെ ചോദ്യം ചെയ്യലിൽ പൾസർ സുനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഉത്തരം, പ്രതികരണങ്ങൾ. ആ നിലയ്ക്ക് ഗൗരവമായാണ് പോലീസ് എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടർ ചോദ്യം ചെയ്യലുകൾ അനിവാര്യമാണ്. മാർച്ച് 5 വരെ 8 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നു പൾസർ സുനിയെ. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സാലി, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയായിരുന്നു പോലീസ് പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരുന്നത്. അതിപ്പോൾ 8 ദിവസത്തേക്ക് നൽകിയിരിക്കുന്നു. അതായത് മാർച്ച് 5 വരെ പോലീസിന് ഈ പൾസർ സുനിയെയും വിജേഷിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും തെളിവെടുപ്പടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും ഇനി പോലീസിന് അവസരം ലഭിക്കും. പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞത് നുണപരിശോധന നടത്തേണ്ടതുണ്ട്, ഒപ്പം ഗൂഢാലോചന കണ്ടെത്തേണ്ടതുണ്ട്, ഒപ്പം ഇവർ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. അതൊക്കെ കൊണ്ട് ഒരു 10 ദിവസത്തേക്കെങ്കിലും ഈ 2 പ്രതികളെയും കസ്റ്റഡിയിൽ ലഭിക്കണമെന്ന ആവശ്യമായിരുന്നു
പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ പ്രതിഭാഗം വാദിച്ചത് ഒരു തരത്തിലുള്ള ഗൂഢാലോചനയൊന്നുമില്ല, ഈ പ്രതികളാണ്, ഈ മറ്റെന്തെങ്കിലും ഗൂഢാലോചന തെളിയിക്കാൻ പോലീസിന് കഴിയുന്നില്ല, അതുകൊണ്ട് ആ സാഹചര്യത്തിൽ കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യമില്ലെന്നൊരു വാദമാണ് വെച്ചത്. ഏതായാലും മജിസ്ട്രേറ്റ് അന്തിമ തീരുമാനമെടുത്തത് മാർച്ച് 5 വരെ 8 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ രണ്ട് പ്രതികളെയും വിട്ടിരിക്കുകയാണ്. അതായത് ഈ വിശദമായ ചോദ്യം ചെയ്യലുകൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ പ്രതികളെ ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് ഈ ദിവസത്തിനുള്ളിൽ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. സാലി. അരുൺ, തീർച്ചയായും ഇനി ഇപ്പൊ പോലീസിന് ഇവരെ പിടികൂടിയതിനു ശേഷം കേവലം 24 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്യാൻ ലഭിച്ചത്. അത് വളരെ കുറഞ്ഞൊരു കാലയളവാണ്. അതിനുശേഷം അവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ ഇനി പോലീസിന് കയ്യിൽ ലഭിച്ചിരിക്കുന്നു. ഇനി ഇവർക്ക് വളരെ ശാസ്ത്രീയമായി ഈ 2 പ്രതികളെയും ചോദ്യം ചെയ്യാം. ഇവർ കഴിഞ്ഞ ദിവസം നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താം. കാരണം 8 ദിവസത്തിനിടയിൽ ഇവർക്ക് ഒട്ടേറെ പ്രക്രിയ പോലീസിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം കണ്ടെത്തി കൂടുതൽ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഒപ്പം തന്നെ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് ഇവരെ ചോദ്യം ചെയ്ത് തന്നെ മനസ്സിലാക്കണം. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇവർ ഒളിപ്പിച്ച മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്ന്. അതുകൊണ്ട് തന്നെ പോലീസിന് 8 ദിവസം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഒപ്പം തെളിവെടുപ്പും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇവർ ഒളിവിൽ കഴിഞ്ഞ പ്രദേശങ്ങളിലെല്ലാം ഈ പ്രതികളെ കൊണ്ടുപോയി തെളിവെടുപ്പും നടത്തേണ്ടി വരും. അതുകൊണ്ട് 8 ദിവസം തൽക്കാലം 8 ദിവസത്തേക്ക് ഇപ്പോൾ പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നു. ഒരു പക്ഷേ പൂർത്തിയായില്ലെങ്കിൽ 8 ദിവസത്തിന് ശേഷം വീണ്ടും പോലീസ് കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. ഈ നിലവിൽ കാക്കനാട് ജില്ലാ ജയിലിലാണല്ലോ ഇന്നലെ എത്തിച്ച് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി തുടർ നടപടികൾ എന്താണ്? തിരിച്ച് ആലുവയിലേക്ക് കൊണ്ടുവരികയാണോ? അത് എപ്പോഴാണ് ഉണ്ടാവുക? അരുൺ, ഇവർക്ക് പ്രൊഡക്ഷൻ വാറണ്ട് കോടതി ഇട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കോടതിയിൽ പ്രതികളെ ഹാജരാക്കി. ഇനി സ്വാഭാവികമായും ചെയ്യേണ്ടത് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന പ്രതികൾ എന്ന നിലയ്ക്ക് ഇവരുടെ മെഡിക്കൽ പരിശോധന നടത്തണം. മെഡിക്കൽ പരിശോധന നടത്തി ജയിൽ വകുപ്പിന്റെ കൈവശം ഇരിക്കുന്ന പ്രതിയെ ഇനി സ്വാഭാവികമായിട്ടും പോലീസിന് അന്വേഷണ സംഘത്തിന് കൈമാറുക. അതിനിടയിൽ ഒരു മെഡിക്കൽ പരിശോധന നടത്തുക എന്ന പ്രക്രിയ മാത്രമാണുള്ളത്. അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കി പ്രതികളെ അന്വേഷണ സംഘത്തിന് കൈമാറും. ഈ പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാനമായും നുണപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അവർ ആരാഞ്ഞിരുന്നല്ലോ. അതിന്റെ സാധ്യതകൾ അരുൺ, തീർച്ചയായും പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്നും നുണപരിശോധന തന്നെയാണ്. നമുക്കറിയാം ഇതുവരെ അങ്ങനെ ഒരു വാർത്തയും കാര്യങ്ങളൊന്നും പോലീസ് ആലോചിക്കുന്നു എന്ന നിലയ്ക്ക് വന്നിരുന്നില്ല. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. നുണപരിശോധന, പ്രതികളുടെ നുണപരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ കൃത്യവുമായി ബന്ധപ്പെട്ട ഈ പ്രതികൾക്കിടയിൽ നടന്ന ഗൂഢാലോചനയുടെ ഏതാണ്ട് വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയോ മറ്റേതെങ്കിലും ശക്തികളോ കൊട്ടേഷനോ ഇല്ല എന്ന നിലപാടാണ് ഈ പ്രതികൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പക്ഷെ അത് പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. കൂടുതൽ ഏതെങ്കിലും ആളുകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ, മറ്റാരുടെയെങ്കിലും പ്രേരണ മൂലമോ കൊട്ടേഷൻ മൂലമോ ആണോ ഇത്തരം ഒരു കുറ്റകൃത്യം ഇവർ ചെയ്തത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. സാധാരണ നിലയിലുള്ള ചോദ്യം ചെയ്യൽ കൊണ്ട് ഇവരത് തുറന്നു പറയും എന്ന് പോലീസ് കരുതുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. കാരണം കൊടും ക്രിമിനലുകളാണ് ഇവരുടെ പശ്ചാത്തലം അങ്ങനെയാണ്. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിച്ചപ്പോൾ വളരെ കൊടും ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ കൊട്ടേഷൻ പോലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മറച്ചുവെക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് അനുമാനിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി വെളിയിൽ വരട്ടെ, എല്ലാ പഴുതുകളും അടച്ചുള്ള അന്വേഷണം എന്ന ശാസ്ത്രീയ പരിശോധന എന്ന ലക്ഷ്യമാണ് പോലീസിനുള്ളത്. അതുകൊണ്ടാണ് നുണപരിശോധനയിലേക്ക് കൂടി പോലീസ് കടക്കാൻ തീരുമാനിച്ചത് എന്ന് വേണം അനുമാനിക്കാൻ. ഇത് മതിയായ ഒരു സമയപരിധിയാണ് എന്ന് കരുതാനാകുമോ സാലി? പ്രത്യേകിച്ച് ഈ പൾസർ സുനിയും കൂട്ടാളികളും മുൻപ് തങ്ങിയിരുന്ന ക്യാമ്പുകളിലടക്കം കൊണ്ടുപോകേണ്ടതില്ലേ? അവിടെ എത്തിച്ച് തെളിവെടുക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ലേ? കേരളത്തിന് വെളിയിൽ കോയമ്പത്തൂർ, ഏറ്റവും സുപ്രധാനമായി ഈ മൊബൈലും ഒപ്പം മെമ്മറി കാർഡ് അടക്കമുള്ളവ കണ്ടെടുക്കേണ്ടതില്ലേ? അരുൺ, തീർച്ചയായും അതൊരു മതിയായ കാലയളവാണ് എന്ന് പോലീസ് കരുതുന്നില്ല. അതുകൊണ്ടാണ് പോലീസ് 10 ദിവസത്തേക്ക് ചോദിച്ചത്. സ്വാഭാവികമായും പോലീസ് കസ്റ്റഡിയിൽ 10 ദിവസത്തിൽ കൂടുതൽ നൽകാൻ സാധ്യതയില്ല മജിസ്ട്രേറ്റുമാർ. അതുകൊണ്ട് തന്നെയാവണം 10 ദിവസത്തേക്ക് ചോദിച്ചത്. സ്വാഭാവികമായും പോലീസ് കരുതുന്നത് ഈ ആദ്യ കസ്റ്റഡി പീരീഡ് പൂർത്തിയാവുന്നതോടുകൂടി വീണ്ടും അതേ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നിയമം. അതേ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വീണ്ടും കസ്റ്റഡി അപേക്ഷ നീട്ടി നൽകുകയാണ് സാധാരണ പ്രോസിക്യൂഷൻ ചെയ്യുക. അതിന് തന്നെയായിരിക്കും പോലീസ് ലക്ഷ്യമിടുക. അരുൺ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി കടമ്പകൾ ഇനി പോലീസിന് ഇത് ശാസ്ത്രീയമായി അന്വേഷണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. അതിൽ നേരത്തെ സൂചിപ്പിച്ച നുണപരിശോധന കൂടാതെ ഗൂഢാലോചന കണ്ടെത്തുന്നതിനാവശ്യമായ മൊഴികൾ ഇവരിൽ നിന്ന് വേണം. അത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇവർ ഒളിപ്പിച്ച അല്ലെങ്കിൽ ഇവർ നശിപ്പിച്ചു എന്ന് ഇവർ പറയുന്ന മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. 2 കാരണങ്ങളാൽ മൊബൈൽ ഫോൺ നിർണായകമാണ്. ഒന്ന്, പോലീസ് കേസ് കോടതിയിലെത്തുമ്പോൾ ഈ പ്രതികൾക്കെതിരായ ആരോപണങ്ങൾ
വളരെ ശക്തമായി തെളിയിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ ഒരു സഹായകമായ തെളിവായി മാറും. ഒപ്പം തന്നെ ഈ മൊബൈൽ ഫോണിൽ ഇവർ ചിത്രീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരു പക്ഷേ അത് ദൂരവ്യാപകമായ പിന്നീടുള്ള കാലത്ത് അത് പുറത്തു വന്നാൽ അത് പോലീസിനും ഈ അക്രമത്തിനിരയായ നടിക്കുമൊക്കെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളത് പല കാരണങ്ങളാൽ പോലീസിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ ദീർഘമായ ഒരു കാലയളവിലേക്ക് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ 8 ദിവസം കൊണ്ട് ഈ നടപടിക്രമങ്ങളൊന്നും എല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും പോലീസ് ചെയ്യുക വീണ്ടും കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി കാലാവധി നീട്ടിവാങ്ങാനാണ് സാധ്യത. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊച്ചിയിൽ ആക്രമണത്തിന് ഇരയായ നടി വീണ്ടും അഭിനയ രംഗത്തേക്ക്. നടി അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഫോർട്ട് കൊച്ചിയിൽ തുടങ്ങി. പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും നിയമ തടസ്സമുള്ളതിനാൽ പിന്നീട് ഒഴിവാക്കി. ഇതിനിടെ നടിയെ പ്രകീർത്തിച്ച് ഇതേ ചിത്രത്തിൽ നായകനായി അഭിനയിക്കുന്ന പൃഥ്വിരാജ് രംഗത്തെത്തി. നടി കാണിച്ചത് അസാമാന്യ ധൈര്യമാണെന്ന് പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു. അക്രമത്തിനിരയായ ശേഷം നടി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണമാണ് ഫോർട്ട് കൊച്ചിയിൽ ആരംഭിച്ചത്. പൃഥ്വിരാജ് നായകനാകുന്ന ചിത്രത്തിലെ പ്രധാന സ്ത്രീവേഷങ്ങളിലൊന്ന് കൈകാര്യം ചെയ്യുന്നത് ഈ നടിയാണ്. ഫോർട്ട് കൊച്ചിയിലെ ലൊക്കേഷനിലെത്തുമ്പോൾ നടി മാധ്യമങ്ങളെ കാണുമെന്ന് ആദ്യം അറിയിച്ചിരുന്നു. എന്നാൽ നിയമ തടസ്സങ്ങളുണ്ടെന്ന് പോലീസ് അറിയിച്ച സാഹചര്യത്തിൽ നടി മാധ്യമങ്ങളെ കാണില്ലെന്ന് നടൻ പൃഥ്വിരാജ് അറിയിക്കുകയായിരുന്നു. ആ കുട്ടിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല. അതിൻ്റെ നിയമപരമായും അല്ലാതെയുമുള്ള തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനൊരു സ്റ്റേറ്റ്മെന്റോ അങ്ങനെ ഒരു ടു ദ ക്യാമറ പീസോ ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ലൊക്കേഷനിൽ നിന്ന് മാധ്യമങ്ങൾ മാറണമെന്നും മാധ്യമങ്ങളോട് പൃഥ്വിരാജ് അഭ്യർത്ഥിച്ചു. എൻ്റെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് ദയവ് ചെയ്ത് ഈ ഒരു മീഡിയ ഒരു ആംബുഷ് ആ കുട്ടി ഇന്ന് ലൊക്കേഷനിൽ വരുമ്പോൾ ഉണ്ടാകരുത്. അത് ചെയ്യാൻ മാത്രമുള്ള നന്മ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾക്കുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ അപേക്ഷ നടത്തുന്നത്. ഇന്ന് ആ കുട്ടി ഇന്ന് ലൊക്കേഷനിൽ എത്തുമ്പോൾ ഇതുപോലെ ഒരു 40 ക്യാമറകൾ ചുറ്റും നിന്ന് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാതിരുന്നാൽ അതിന് നിങ്ങളോട് ആ കുട്ടിയുടെ സുഹൃത്തും സഹപ്രവർത്തകനും എന്ന നിലയിൽ ഞാൻ എന്നും ഒബ്ലൈജ്ഡ് ആയിരിക്കും. ഇതിനിടെ നടിയെ പ്രകീർത്തിച്ചും പൃഥ്വിരാജ് രംഗത്തെത്തി. നടി പ്രകടിപ്പിച്ചത് അസാമാന്യ മനക്കരുത്തെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സ്ത്രീകളെ അവഹേളിക്കുന്ന ചിത്രങ്ങളിൽ താൻ ഇനി അഭിനയിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാലി മുഹമ്മദ്, കൊച്ചി. പഠിക്കാൻ കാശില്ലാത്തതിനാലും വീട്ടിലെ സാമ്പത്തിക ഞെരുക്കം മൂലവും പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഹരിപ്പാട് ആയാമ്പറമ്പ് പുതുമനയിലെ ബൈജുവിന്റെ മകൾ അനശ്വരയാണ് പുഴയിൽ ചാടി മരിച്ചത്. മൃതദേഹം സംസ്കരിക്കാൻ പോലും ഇടമില്ലാത്തതിനാൽ CPM ചെറുതന ലോക്കൽ കമ്മിറ്റി ഓഫീസ് വളപ്പിൽ അനശ്വരയുടെ മൃതദേഹം സംസ്കരിക്കും. ഷാജഹാൻ ചേരുന്നു. ഷാജി, മറ്റു വിവരങ്ങൾ കൂടി. അരുണെ, ചെറുതന ലോക്കൽ കമ്മിറ്റി ഓഫീസ് അതായത് കെട്ടിടം നിൽക്കുന്ന സ്ഥലത്ത് അനശ്വര എന്ന ചെയ്തുവരികയും നാട്ടിലെ മക്കത്തിന് വീടുമായിട്ട് വല്ല കാര്യമായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ കുട്ടിയുടെ മാതാപിതാക്കൾ രോഗബാധിതരുമാണ്. ഇളയ കുട്ടിയാകട്ടെ അതിനും വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സ. ഇത്തരത്തിൽ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു അനശ്വരി കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്ത ശേഷം മൃതദേഹം സംസ്കരിക്കാൻ പോലും ഒരു കൊണ്ട് ഭൂമിയില്ലായിരുന്നു. അയൽവാസികളോ ബന്ധുക്കളോ ഒന്നതിനുള്ളൊരു സൗകര്യം ഇവർക്ക് അനുവദിച്ചു കൊടുത്തുമില്ല. ഈ സാഹചര്യത്തിലാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് തങ്ങളുടെ ഓഫീസ് നിൽക്കുന്ന കെട്ടിടത്തിന് സമീപത്തുള്ള പറമ്പിൽ മൃതദേഹം സംസ്കരിക്കാനായിട്ടുള്ള ഒരു അനുമതി നൽകി. സംസ്കാര ചടങ്ങുകളാണ് അല്പം മുമ്പ് ഇവിടെ നടന്നത്. വളരെയധികം ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന ഈ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് തന്നെയാണ് പെൺകുട്ടിയെ ആത്മഹത്യയിൽ കലാശിച്ചതെന്നാണ് നാട്ടുകാർ സത്യം പറയുന്നത്. ദാരുണമായ സംഭവമാണ് നമുക്ക് ഈ ഹരിപ്പാടെന്ന് കാണാൻ സാധിക്കുന്നത്. ഷാജഹാൻ വിവരങ്ങൾ നൽകിയത്. സദാചാര ഗുണ്ടായുസത്തെ തുടർന്ന് അട്ടപ്പാടി സ്വദേശി അനീഷ് ആത്മഹത്യ ചെയ്ത കേസിൽ അഗളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീട്ടുകാരിൽ നിന്ന് ഉടൻ വിശദമായ മൊഴിയെടുക്കും. അനീഷിന്റെ ആത്മഹത്യാക്കുറിപ്പിലുള്ള ധനീഷ്, രമേശ് എന്നിവർക്കെതിരെ അഗളി പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയത്. അഴീക്കൽ ബീച്ചിൽ അനീഷിനെയും കൂട്ടുകാരിയെയും ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന ധനീഷിന്റെ പിതാവാണ് രമേശ്. കൊല്ലം ഓച്ചിറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികൾ റിമാൻഡിൽ കഴിയവേ അനീഷിനെ സമൂഹ മാധ്യമങ്ങൾ വഴി വീണ്ടും അപമാനിക്കാൻ ശ്രമിച്ചതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജമ്മുകശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി സൈനികൻ ശ്രീജിത്തിന് നാടിന്റെ യാത്രാമൊഴി. മൃതദേഹം പാലക്കാട് കോട്ടായിലെ വീട്ടുവളപ്പിൽ സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. ശ്രീജിത്തിന്റെ കുടുംബത്തെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. AK ലതീഷ് വിവരങ്ങളുമായി ചേരുന്നു. ലതീഷ്, മറ്റു വിവരങ്ങൾ കൂടി. കോട്ടായിലെ തറവാട്ടു വീട്ടിൽ നിന്നും സ്വപ്നം ബാക്കിവെച്ച പണിതീരാത്ത വീട്ടിൽ അല്പനേരം വെച്ച ശേഷമാണ് മൃതദേഹം പൊതുദർശനത്തിനായി പരുത്തിപ്പുള്ളി ALP സ്കൂളിൽ എത്തിച്ചത്.
ധീരജവാനെ ഒരു നോക്ക് കാണാൻ നാടൊന്നാകെ സ്കൂളിലേക്ക് ഒഴുകിയെത്തി. MP രാജേഷ് MP, MLA മാരടക്കമുള്ള ജില്ലയിലെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാന സർക്കാരിനു വേണ്ടി വ്യവസായ മന്ത്രി AC മൊയ്തീൻ അന്തിമോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി വീട്ടിലെത്തിച്ച മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പോലീസും സൈനികരും ഗാർഡ് ഓഫ് ഓണർ നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രമുഖ മെസ്സേജിംഗ് ആപ്പായ വാട്സാപ്പ് ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് കടക്കാനൊരുങ്ങുന്നു. വാട്സാപ്പിന്റെ സഹസ്ഥാപകൻ ബ്രയാൻ ആക്ടനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ബ്രയാൻ കേന്ദ്രം IT മന്ത്രി രവിശങ്കർ പ്രസാദുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു.